ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് നമ്മുടെ ഹിമാലയൻ മോഡിഫിക്കേഷൻ ചെയ്യുന്ന വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഇന്ന് പുതിയൊരു മോഡിഫിക്കേഷൻ്റെ ഒരു സംഭവമാണ് ചെയ്യാൻ പോണത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളിപ്പം മിറേഴ്സാണ് മാറുന്നത്. ഈ ഒരു മിറേഴ്സ് ഉണ്ടല്ലോ, ഈ മിറേഴ്സാണ് മാറുന്നത്. ഇത് സ്റ്റോക്കായിട്ടുള്ള ഹിമാലയൻ്റെ മിറേഴ്സാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 80, 90, 100 പോകുമ്പോഴത്തേക്കും ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. അത് ഈ ഒരു ഹിമാലയൻ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. എനിക്കെന്തായാലും ഈ ഒരു മിറേഴ്സ് ഇഷ്ടപ്പെട്ടില്ല. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഈ മിറേഴ്സ് ഇഷ്ടപ്പെട്ടില്ല. അപ്പം പുതിയൊരു മിറേഴ്സ് വെക്കുകയാണ്. ഈ ഡബിൾ ടേക്ക് മിറേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ വലിയ വലിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഇച്ചി ബൂട്ട്സ്, അങ്ങനെ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഓഫ് റോഡിങ്ങൊക്കെ ചെയ്യുന്നവരൊക്കെ പൊതുവേ വെക്കുന്ന ഒരു മിറേഴ്സാണിത്. ഇത് കുറച്ച് വിലയുണ്ട്, പക്ഷേ ഇത് കാശ് കൊടുത്ത് മേടിച്ചില്ല. ഇത് ഞാൻ ഡയറക്റ്റ് ഡബിൾ ടേക്ക് മിറേഴ്സുമായിട്ട് സംസാരിച്ച് അവരെനിക്ക് ഒരു മിറേഴ്സ് അയച്ചു തരികയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ വരുന്നത്. ഇത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോസും ഞാൻ പറയാം. ഇതിൻ്റെ കൂടെ ക്യാമറ ഫ്രണ്ടിൽ മൗണ്ട് ചെയ്യാനുള്ള ഒരു മൗണ്ടും കൂടെ ഞാനിപ്പം ഇതിൽ വെക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ഒറ്റ വീഡിയോയിലാണ് ഞാൻ കവർ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഈ ഒരു മിറേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ അടിച്ച് പൊട്ടിച്ചാലും ഈ മിറേഴ്സിനൊന്നും പറ്റത്തില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇൻഡസ്ട്രക്റ്റബിൾ മിറേഴ്സ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെയാണ്. ഇതെങ്ങനെയെങ്കിലുമൊക്കെ പൊട്ടിയാൽ ഈ പൊട്ടിയതിൻ്റെ ഫോട്ടോ എടുത്ത് കമ്പനിക്ക് അയച്ചു കൊടുത്താൽ കമ്പനി പുതിയൊരു മിറേഴ്സ് അയച്ചു തരും. ആയുഷ്കാല വാറണ്ടിയാണ്, ലൈഫ് ടൈം വാറണ്ടി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അങ്ങനെ കിട്ടിയൊരു മിറേഴ്സാണിത്. ഇതിൻ്റെ ആ മെറ്റീരിയലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ എങ്ങനെയൊക്കെ വണ്ടിയിൽ നിന്ന് വീണാലും ഇത് മടങ്ങി പോകത്തുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് ഞാനിത് പറഞ്ഞുതരാം. അപ്പം നമുക്കപ്പം അത് അൺബോക്സ് ചെയ്യാം. ഇതാണ് ഡബിൾ ടേക്ക് മിറേഴ്സ് അയച്ചു തന്ന പാക്കേജ്. ഈ ഒരു പാക്കേജിൻ്റെ അകത്താണ് മിറേഴ്സും ഫിറ്റിങ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇത് ഇന്ത്യ പോസ്റ്റ് ഓഫീസുകാർ ഇത് തുറന്ന് അത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു കസ്റ്റം ടാക്സ് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ അയച്ചതെന്ന് തന്നെയാണ്, പക്ഷേ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്തതാണ്. അതും ഡബിൾ ടേക്ക് മിറേഴ്സ് തന്നെയാണ് അയച്ചത്. സംഭവം എന്ന് വെച്ചാൽ ഇത് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് മോഷണം പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം മോഷണം പോവാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു ഒരു സേഫ്റ്റി ഫീച്ചറുള്ള ഒരു സാധനം കൂടെ ഉണ്ട്. ആ സാധനമാണ് ഈ ഒരു പാക്കേജിൽ വന്നത്. അപ്പം നമുക്ക് ഈ ഒരു പാക്കേജ് അൺബോക്സ് ചെയ്യാം. ഇത് ഇന്ത്യ പോസ്റ്റുകാർ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കിയിട്ട് ഒരു ചെറിയൊരു കസ്റ്റം ടാക്സ് അടയ്ക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇത് അവർ തുറന്ന് നോക്കിയിട്ട് സാധനം ഇൻസ്പെക്റ്റ് ചെയ്തത്. ഇത് US നിന്ന് അയച്ചു തന്നതാണിത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. നമ്മൾ ബോക്സ് പൊട്ടിച്ചിട്ടുണ്ട്. ബോക്സിൻ്റെ അകത്ത് ഉള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. ഇത് ഒരു റാം മൗണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിലാണ് നമ്മൾ മിറേഴ്സ് ഫിറ്റ് ചെയ്യുന്നത്. ഇതും ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാണ് റാം മൗണ്ട്. റാം മൗണ്ട്. ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും കൂടെ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതും ഒരു റാം മൗണ്ട് തന്നെയാണ്. നേരത്തെ കണ്ട സെയിം സാധനം തന്നെയാണ്. അതും അതും നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് 2 മിറേഴ്സാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് അയച്ചു തന്ന 2 സ്ക്രാംബ്ലർ മോഡലായിട്ടുള്ള 2 മിറേഴ്സാണ്. ഇതിൻ്റെ കൂടെ 2 റിഫ്ലക്റ്റീവ് സ്റ്റിക്കേഴ്സും കൂടെ എനിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട്. doubletake.mirror.com എന്ന് എഴുതിയ 2 റിഫ്ലക്റ്റീവ് സ്റ്റിക്കേഴ്സും കൂടെ അവർ അയച്ചു തന്നിട്ടുണ്ട്. 2 സ്ക്രാംബ്ലർ ടൈപ്പ് മിറേഴ്സാണ്. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് ഈ അഡ്വഞ്ചർ മോഡലായിട്ടുള്ള ഈ ഒരു മിറേഴ്സാണ്. അത് 2 ഉണ്ട്. ഇത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഡബിൾ ടേക്ക് മിറർ എന്ന് എഴുതിയ 2 റിഫ്ലക്റ്റീവ് സ്റ്റിക്കറും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അതും മാറ്റി വയ്ക്കാം.
അടുത്തതായിട്ട് ഇത് കാണുന്നത് ബാൾ ഹെഡ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. കണ്ട, ഇതാണ് ബാൾ ഹെഡ്. ഈ ബാൾ ഹെഡിലാണ് ഈ റാം മൗണ്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് ബാൾ ഹെഡ്, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ അകത്ത് 2 അഡാപ്റ്റർ ഉണ്ട്. ഈ അഡാപ്റ്റർ നമ്മുടെ ആ മിറേഴ്സിൻ്റെ അവിടെ ഹോളിൽ കൊടുക്കാനുള്ളതാണ്. ഈ ഒരു ഹോളിൽ ഫിറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ബാൾ ഹെഡ് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ 2 അഡാപ്റ്റർ ഉണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് doubletake എന്ന് പറഞ്ഞ 2 സ്റ്റിക്കേഴ്സും കൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇത്രയാണ് ഈ പാക്കേജിൻ്റെ അകത്തുള്ളത്. അടുത്ത് നമുക്ക് ഈ പാക്കേജ് അൺബോക്സ് ചെയ്യാം. ഈ ഒരു കവറാണ് ആ പാക്കേജിൻ്റെ അകത്ത് വന്നത്. ഇത് അല്ല, ഈ ഒരു സാധനം എന്ന് പറയുന്നത് റാം മൗണ്ടിൽ കൊടുക്കാനുള്ള ഒരു ലോക്കാണ്. അല്ല, ഒരു പ്രത്യേക ടൈപ്പ് ലോക്കാണ്. അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു റിഫ്ലക്റ്റീവ് സ്റ്റിക്കറും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം. ഈ ഒരു മോഡൽ മിററിൻ്റെ പേര് അഡ്വഞ്ചർ മോഡൽ എന്നാണ്. ഇത് സ്ക്രാമ്പിൾ മോഡലാണ്. ഞാൻ ഈ അഡ്വഞ്ചർ മോഡലാണ് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. മിറേഴ്സ് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഈ റാം മൗണ്ടിൽ ഈ ഒരു മിറർ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് താഴത്തെ പോർഷനിൽ ഈ ഒരു ബാൾ ഹെഡും കൂടെ കൊടുത്തിട്ട് ഇത് ടൈറ്റ് ചെയ്യണം. കണ്ട, ഇതേപോലെയാണ് ഇരിക്കേണ്ടത്. കണ്ട, ഇവിടെ ആ ഒരു ടൈറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ വരും. നമുക്കിങ്ങനെ മിറേഴ്സ് ഇങ്ങനെ തിരിക്കുന്ന ഈ ഒരു പോർഷനിലാണ് കണക്ട് ചെയ്യേണ്ടത്. ടൈറ്റ് ചെയ്യണം. താഴെ ആ ബാൾ ഹെഡും കൂടെ വരുന്നുണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യണം. വണ്ടിയിൽ ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് ബാക്കി ടൈറ്റ് ചെയ്യാം. കണ്ട, ഈ ഒരു മിറർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ മറ്റു മിററും കൂടെ കൊടുക്കണം. നമ്മൾ 2 മിറേഴ്സും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അഡ്വഞ്ചർ മോഡൽ മിറർ മാറ്റി മറ്റേ സ്ക്രാമ്പിൾ മോഡൽ വയ്ക്കാനായിട്ട് ഇത് ലൂസ് ചെയ്യണം. ലൂസ് ചെയ്ത ശേഷം ഈ മിറർ മാറ്റിയ ശേഷം ഈ മിറർ വെച്ചാൽ സ്ക്രാമ്പിളർ മോഡൽ മിററായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഈ സംഭവം നമ്മുടെ പഴയ മിറർ ഇരിക്കുന്ന പോർഷനിൽ വെക്കണം. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ റാം മൗണ്ടിൻ്റെ ഈ ഒരു ബോൾട്ട് ലൂസ് ചെയ്താൽ ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ ഒരു മിററും ഈ ഒരു റാം മൗണ്ടും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഇത് കുറച്ച് വിലയുള്ള സാധനമായതുകൊണ്ട് അറിയാവുന്ന ആൾക്കാർ ചിലപ്പോൾ ഇത് എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം കൂടെ എക്സ്ട്രാ കമ്പനി അയച്ചത്. അപ്പം ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. ഈ റാം മൗണ്ട് നമ്മൾ ഫുള്ളായിട്ട് ലൂസ് ചെയ്യും. ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു റാം മൗണ്ട് ഈ ഒരു ലോക്ക് അവർ അയച്ചു തന്നല്ലോ, ഈ ഒരു ലോക്ക് ഇതിൽ ഫിറ്റ് ചെയ്യണം. കണ്ട, കണ്ട, ഈ ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇത് ഊരി മാറ്റാം. ഇത് ആക്ച്വലി ഒരു കീ ആണ്. അപ്പം ഇത് അല്ലാതെ നമുക്ക് ആൾക്കാർക്ക് ഊരിയെടുക്കാൻ പറ്റത്തില്ല. ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പം ഇത് ഒരെണ്ണം എപ്പോഴും കയ്യിൽ വെച്ചിരിക്കുന്നത് നല്ലതാണ്. യാത്രയൊക്കെ പോകുമ്പം ഈ മിറേഴ്സ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സാധനം കൂടെ അതിൽ ഫിറ്റ് ചെയ്യാനുണ്ട്. ഈ ക്യാമറ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാനുള്ളൊരു മൗണ്ടാണ്. അതും കൂടെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് ബാൻഡോസിൻ്റെ വാങ്ങിച്ച ഒരു ഇതാണ്. 700 രൂപയായി ഇതിൻ്റെ വില. ക്യാമറ ഫ്രണ്ടിൽ നമുക്ക് ഹെൽമെറ്റിൽ വയ്ക്കുന്നതിന് പകരം വണ്ടിയിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മൗണ്ടാണിത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൂട്ടത്തിൽ അവരൊരു ബാൻഡിഡോസ് പിറ്റ് സ്റ്റോപ്പിൻ്റെ ഒരു സ്റ്റിക്കറും കൂടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അല്ല, ബാൻഡോസിൻ്റെ വേറൊരു സ്റ്റിക്കറും കൂടെ തന്നിട്ടുണ്ട്. ഇതും മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ബില്ലും തന്നിട്ടുണ്ട്. കണ്ട, 710 രൂപയായി ഇതിൻ്റെ വില. സാധനത്തിൻ്റെ വില 650 രൂപ, ഷിപ്പിംഗ് ചാർജ് 30 രൂപ. ഇത് മാറ്റി വയ്ക്കാം. ഇതാണ് ആ ഒരു ക്യാമറ മൗണ്ട്. ഇത് നമുക്ക് പൊട്ടിക്കാം.
മോട്ടോ വുൾഫ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ക്യാമറ ബ്രാക്കറ്റാണിത്. ചെറിയൊരു ഇൻസ്ട്രക്ഷൻ മാനുവലും കൂടെ തന്നിട്ടുണ്ട്. കണ്ട, ഇതാണ് ആ ഒരു ക്യാമറ ബ്രാക്കറ്റ്. ഇതും റാം മൗണ്ട് പോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. കണ്ട, നമ്മളിപ്പോൾ മിറേഴ്സ് ഫിറ്റ് ചെയ്യുന്ന പോലത്തെ റാം മൗണ്ട് പോലത്തെയാണ്. പക്ഷേ ഇത് റാം മൗണ്ടിൻ്റെ അല്ല. കമ്പനി റാം മൗണ്ട് എന്ന് പറഞ്ഞൊരു കമ്പനി പേരാണ്. ആ റാം മൗണ്ടിൻ്റെ അല്ല, പക്ഷേ ആ ഒരു മോഡലിൽ ചെയ്തിരിക്കുന്ന ഒരു ബ്രാക്കറ്റാണിത്. ഈ ഒരു ബ്രാക്കറ്റ് നമ്മൾ മിറർ വയ്ക്കുന്ന താഴത്തെ ആ ഒരു കണക്ഷനിലാണ് വെക്കുന്നത്. ഇതും കൂടെ നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. വണ്ടിയിൽ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പം ഉള്ള സ്റ്റോക്ക് മിററിൻ്റെ ആ ഒരു കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ്റെ മുകളിൽ റബ്ബറുണ്ട്. ആ റബ്ബർ മാറ്റിയ ശേഷം 14ൻ്റെ സ്പാനറിട്ട് ജസ്റ്റ് അത് ഇളക്കണം. എന്നിട്ട് ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറക്കേണ്ടത്. ഈ ലെഫ്റ്റ് സൈഡിലെ ആ ഒരു മിറർ ഊരിയിട്ടുണ്ട്. സൂക്ഷിച്ചിളക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ പീരി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതേപോലെ അപ്പുറത്തെ സൈഡിലെ മിററും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റോക്ക് മിറർ 2 നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. സ്റ്റോക്ക് മിറർ ഊരിയ ശേഷം നമ്മൾ ഡബിൾ ടേക്കിന് മിറേഴ്സ് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ 2 അഡാപ്റ്ററുണ്ട്. കാഴ്ചയിൽ 2 ഒന്നാണെങ്കിലും ഒന്നല്ല. ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഫിറ്റ് ചെയ്തപ്പോഴത്തേക്കും കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ സിംഗിൾ ഒരു വെട്ട് കണ്ട്, ഈ സിംഗിൾ വെട്ടുള്ള ആ ഒരു അഡാപ്റ്റർ ഈ ഒരു പോർഷനിൽ 3 വെട്ടുള്ള കണ്ട, 3 വെട്ട് കണ്ട, ഈ 3 വെട്ടുള്ള ഈ ഒരു അഡാപ്റ്റർ ഈ സൈഡിലുമാണ്. അപ്പോൾ ഈ സൈഡിലാണ് നമ്മളിപ്പം ക്യാമറേൻ്റെ ആ ഒരു ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഇവിടെ ക്യാമറ ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഈ ക്യാമറ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു അഡാപ്റ്റർ ഫിറ്റ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് കറക്കി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 17ൻ്റെ സ്പാനർ ഇട്ട് ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഇതേപോലെ ഈ ഒരു അഡാപ്റ്റർ കൂടെ ടൈറ്റ് ചെയ്യണം, നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മളിപ്പം ബാൾ ഹെഡ് ഉണ്ടല്ലോ, ഈ ബാൾ ഹെഡ് ഫിറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഇതേപോലെ അപ്പുറ സൈഡിലും ഇതേപോലെ കൊടുക്കാം. വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു മങ്ക് പ്ലെയർ വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ നന്നായിട്ടിരിക്കും. ഇതിൻ്റെ മുകളിൽ പിടിക്കില്ല, ഇത് റബ്ബർ ആയതുകൊണ്ട് ഇതിട്ട് പിടിച്ചാൽ ചിലപ്പം ഇത് പൊളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടിയിലത്തെ ഈ ഒരു മെറ്റൽ പീസിൽ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇതേപോലെ ഈ സൈഡിൽ അത്യാവശ്യം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാൾ ഹെഡിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു റാം മൗണ്ട് വയ്ക്കും. കണ്ടോ, ഇതേപോലെ അപ്പുറത്തെ ഇതിലും നമ്മൾ വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു മിറർ ഫിറ്റ് ചെയ്ത ശേഷം ഇത് ടൈറ്റ് ചെയ്യും. ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു കീ വേണം. കണ്ടോ, ഇതേപോലെ ഈ സൈഡിലും മിറർ ഫിറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ലോക്ക് എടുത്ത് മാറ്റി സൂക്ഷിച്ച് വയ്ക്കണം. നമ്മളപ്പം ഈ ഒരു അഡ്വഞ്ചർ മിറർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ട, നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇത് തിരിക്കാം. കണ്ട, ഇതും മാക്സിമം തിരിക്കാം.
നമുക്കിപ്പോൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത് നമുക്കിത് വളച്ച് വേണമെങ്കിൽ അകത്തോട്ട് വയ്ക്കാം. കണ്ട ഇങ്ങനെ മടക്കി വേണമെങ്കിലും വയ്ക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്കപ്പം നിന്ന് ഓട്ടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ടുള്ള വിഷ്വൽ നമുക്ക് കിട്ടും. മിറർ ഒരു ഡിസ്ട്രാക്ഷൻ വരത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം നോക്കാനാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് മിറർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ട ഇത് ക്യാമറ ഫിറ്റ് ചെയ്യാനായിട്ട് എക്സ്ട്രാ കൊടുത്തതാണിത്. ഇതും ഒരു റാം മൗണ്ട് പോലെ തന്നെയാണ്. ഇത് ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് താത്തി വെച്ച് മടക്കി വയ്ക്കാം. കണ്ടോ, ക്യാമറ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ലൂസ് ചെയ്തിട്ട് ക്യാമറ വെച്ച പൊസിഷനിൽ വയ്ക്കാം. കണ്ട GoPro കൊടുക്കാനുള്ള മൗണ്ടാണ് ഇത്. നമുക്ക് ഊരാൻ പറ്റും. ഇത് ഊരിയ നമുക്ക് വേണമെങ്കിൽ Insta360യോ DSLRോ വേണമെങ്കിൽ നമുക്കിതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ആ ഡബിൾ ടേക്കിന് മിറേഴ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട ഫ്രണ്ടിലത്തെ ആ ലുക്ക് അങ്ങ് മാറി. ഫ്രണ്ട് നോക്കുമ്പോൾ ലുക്ക് കണ്ടോ. ഇത് ക്യാമറ കൊടുക്കാനുള്ള ബ്രാക്കറ്റാണ്. അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡബിൾ ടേക്ക് മിറേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടിയിൽ നിന്ന് ജസ്റ്റ് വീണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ മിറർ തട്ടിയ ഇത് ഇങ്ങനെ വളഞ്ഞങ്ങ് പോകും, ഒടിയത്തൊന്നുമില്ല. മനസ്സിലായില്ലേ? മറ്റേ സാധാ മിറേഴ്സ് ആണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കണ്ട ഇതേപോലെ നമുക്കിപ്പോൾ ഓഫ് റോഡ് എല്ലാം പോകുന്ന സമയത്ത് നമുക്ക് മിറേഴ്സ് ജസ്റ്റ് താത്തി ഇങ്ങനെ വയ്ക്കാൻ പറ്റും. കണ്ട ഇതിൽ വെച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ഒരു മെറ്റീരിയലാണ്. ഇത് ഡൂപ്പോണ്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രത്യേക റെസിൻ വെച്ചുണ്ടാക്കിയ ബോഡിയാണ് ഇത്. ഇത് റാം മൗണ്ട്. ഇത് വല്ല ആക്സിഡൻറ്റിലോ എന്തെങ്കിലും പ്രശ്നം പറ്റി ഇത് പൊട്ടിപ്പോയാൽ കമ്പനി പുതിയത് തരുന്നതാണ്. ഇതിൻ്റെ വില ആക്ച്വലി ആമസോണിലെ വില 21,000 രൂപയാണ് വില. വേറൊരു വെബ്സൈറ്റിൽ 14,000 രൂപയാണ് കിടക്കുന്നത്. കുറച്ച് അത്യാവശ്യം നല്ല വിലയുള്ള ഒരു മിറേഴ്സ് തന്നെയാണ്. പക്ഷേ എനിക്കിത് കമ്പനി സ്പോൺസർ ചെയ്തത് കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല ഒരു വൈബ്രേഷനൊക്കെ കുറവായിട്ടുള്ള ഒരു മിറേഴ്സാണ്. ഇത് അത്യാവശ്യം ഓഫ് റോഡിനൊക്കെയാണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇത് വേണമെങ്കിൽ ഇപ്പം അഡ്വഞ്ചർ ടൈപ്പ് മിറർ മാറ്റി ഇപ്പം സ്ക്രാമ്പിളർ ടൈപ്പ് ആക്കാനാണെങ്കിൽ ജസ്റ്റ് ഇത് ലൂസ് ചെയ്തിട്ട് ഈ ഒരു മിറർ മാത്രമായിട്ട് മാറ്റിയാൽ മതി. ഇത്രയൊക്കെയാണ് ഈ മിറേഴ്സിൻ്റെ പ്രത്യേകത. ഈ മിറേഴ്സിനെ പറ്റി കൂടുതൽ അറിയാനാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു വെബ്സൈറ്റ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ജസ്റ്റ് ഒന്ന് കയറി കൂടുതൽ അറിയണമെങ്കിൽ അതിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. വണ്ടി മൊത്തത്തിൽ ഒരു കുറേ പരിപാടിയായി. ഇതിൽ ഫോഗ് ലാമ്പ് വെച്ചിട്ടുണ്ട്, നക്കിൾ ഗാർഡ്, ഹാൻഡിൽ റൈസർ, മിറർ, നമ്മുടെ ക്യാമറ മൗണ്ട്, ഇതേപോലെ ഗ്രിൽ സെറ്റ് മൊത്തം വെച്ചിട്ടുണ്ട്, സാഡിൽ സ്റ്റേ, എന്തൊക്കെയാണ് പിന്നെ മഡ് ഗാർഡ്, റൈസർ ഒക്കെ കുറേ സംഭവമായി വണ്ടിയിൽ. അപ്പം ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ മിറേഴ്സ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മൊത്തത്തിൽ ആ ഒരു മിററിൻ്റെ ആ ഒരു ലുക്ക് അങ്ങ് മാറിയിട്ടുണ്ട്. നമ്മൾ ഇച്ചി ബൂട്ട്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബറുണ്ട്. ഇച്ചി ബൂട്ട്സിൻ്റെ ഒരു ഹിമാലയൻ വണ്ടിയിലും ഈ മിറേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മിറേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടതും പിന്നെ ഈ ഒരു വണ്ടിയിൽ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ വില നോക്കിയപ്പോഴത്തേക്ക് മേടിക്കാനൊന്നും പറ്റിയില്ല. ഭയങ്കര വലിയൊരു എമൗണ്ട് അല്ലേ, 14,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് ഞാൻ ഈ കമ്പനിനെ കോൺടാക്റ്റ് ചെയ്ത് കമ്പനി എനിക്ക് ഒരെണ്ണം അയച്ചു തരികയാണ് ചെയ്തത്. ചെറുതായിട്ട് ഒരു കുറച്ച് കസ്റ്റം ടാക്സ് ഇന്ത്യ പോസ്റ്റിൽ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഈ മിറേഴ്സ് വാങ്ങിക്കുന്നവർ ഈ ഒരു റാം ലോക്ക് മേടിക്കാൻ മറക്കരുത്. ഇത് മേടിച്ചാൽ ഈ ഒരു കീ ലോക്ക് എപ്പോഴും കൊണ്ട് നടക്കണം. കണ്ട ഇതുണ്ടെങ്കിൽ മാത്രമേ ഇത് ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇത്രയൊക്കെയാണ് ഈ ഒരു മിറേഴ്സ് ഫിറ്റിങ്ങിൻ്റെയും മിറേഴ്സിനെ പറ്റി പറയാനുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ തുടർന്നിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റ.